ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഓട്സ് ഉപ്പുമാവാണ്. ഏകദേശം ഒരു 2 കപ്പ്, അതായത് ഒരു ബൗൾ നിറയെ ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള അളവുകൾ കറക്റ്റായിട്ട് പറയാം. ഞാൻ അല്ലാതെ ഇവിടെ എഴുതിയിട്ടുമുണ്ട്. ഇനി കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് ഇടുന്നുണ്ട്. 1 വറ്റൽമുളക് ആയാലും മതി, എരിവനുസരിച്ച്. പിന്നെ കടുക് ആവശ്യത്തിനിട്ട് കറിവേപ്പിലയും ഇടുന്നു. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞെടുത്തതാണ്, 1 സവാള, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണ ഒരെണ്ണം ആയാലും മതി, എരിവനുസരിച്ച് അവരവരുടെ എരിവനുസരിച്ച്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഫ്രോസൺ ചെയ്ത ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റും. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഹാഫ് കുക്ക്ഡ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റണം നന്നായിട്ട്. അധികം അങ്ങ് കുക്കാകുകയും വേണ്ട. ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് ഞാൻ ഉപ്പ് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഓട്സും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വറക്കണം. ഏകദേശം ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യും. അതുപോലെ ഒരു മണവും വരും, അതായത് അത് മൂക്കുന്നതിൻ്റെ ഒരു മണവും വരും. അതുവരെ നമുക്കൊന്ന് ഓട്സ് വറക്കണം. അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ വല്ലാതെ കുഴഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി വെള്ളം അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്താണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഞാനൊരു 3 പ്രാവശ്യം അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം. ഒന്നൊന്നേൽ തൊടാതെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. അതായത് നോക്കിയിട്ട് വെന്ത് വരുന്നിടം വരെ തിളപ്പിച്ചാർച്ച വെള്ളമാണ്. ഒരു തിളച്ച വെള്ളമായാലും മതി. തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്, ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതിലും നല്ലത്. പിന്നെ തേങ്ങ വേണമെങ്കിൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പം ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവുന്നുണ്ട്. ഇപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നൊന്നേ തൊടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.